രാജ്യതലസ്ഥാനത്തേക്ക് വന്നാൽ രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഉത്തർപ്രദേശിലെ ബാന്തയിലാണ് ഇന്നലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ ചൂടിന് ആശ്വാസമായി ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും നേരിയ മഴയും പൊടിക്കാറ്റും അനുഭവപ്പെട്ടു. ദില്ലിയിൽ ഇന്നും കാറ്റും മഴയും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. നോബിൾ, ഗുഡ് മോർണിംഗ്. ദില്ലിയുടെ രാജ്യതലസ്ഥാനത്തിന്റെ പല മേഖലകളിലും 45-നും 50-നും ഇടയിലൊക്കെ താപനില രേഖപ്പെടുത്തുന്ന നിലയുണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ ആശ്വാസമായി മഴ കിട്ടി. ദില്ലിയിൽ മാത്രമല്ല, പഞ്ചാബിലും UPയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ മഴയുണ്ടായി. ഇന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് എന്താണ് നോബിൾ? റിജിത്ത്, വലിയ ഉയർന്ന താപനിലയിലേക്കാണ് ഉത്തരേന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ വലിയ തരത്തിൽ ഒരു മഴ പലയിടത്തും രേഖപ്പെടുത്തിയത്. അത് വലിയ ആശ്വാസമായിട്ടുണ്ട് എന്ന് വേണം എടുത്തു പറയാം. പ്രത്യേകിച്ച് ദില്ലിയിലടക്കം ഇന്നിപ്പോൾ താപനില 26ലേക്ക് താണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ദില്ലിയിൽ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയത് 49.9 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, രാജസ്ഥാൻ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അത് 50 പിന്നിട്ടു. രാജസ്ഥാനിലെ ചുരൂരിലൊക്കെ ഇന്നലെ 50 പിന്നിട്ടു താപനില എന്നതും എടുത്തു പറയേണ്ടതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വരും ദിവസങ്ങളിൽ കനത്ത ചൂടിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 55 വരെയൊക്കെ താപനില എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ പെയ്ത മഴ ഒപ്പം കാറ്റൊക്കെ വലിയ ആശ്വാസം ദില്ലികൾ അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിൽ പോലും ഈ മഴ അധികം നീണ്ടു നിൽക്കുന്ന മഴയല്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വീണ്ടും ശക്തമായ ചൂട് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ 50 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് താപനില ഉയരും എന്നാണ് വ്യക്തമാകുന്നത്. അത് ആളുകൾക്ക് വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് പുറത്തൊക്കെ പണി ചെയ്യുന്ന ആൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ്. സാധാരണഗതിയിലൊക്കെ ഈ കാലാവസ്ഥ സമയത്ത് പ്രത്യേകിച്ച് 50 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് താപനില കുറയുന്നത് ഒരു ദില്ലിയിലെ ഒരു സാധാരണയിൽ കാണുന്ന ഒരു സംവിധാനമാണ്. എന്താണെങ്കിലും ഈ വർഷം അതിന് വലിയ മാറ്റം ഉണ്ടായി. കാരണം ഇന്നലെയൊക്കെ 49 ഡിഗ്രിയിലേക്ക് എത്തിയപ്പോഴാണ് രാത്രി മഴ പെയ്യുകയും പിന്നീട് താപനില താഴത്തേക്ക് പോവുകയും ചെയ്തത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്നലെ ശക്തമായ ചൂടിന് പിന്നാലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മഴ പെയ്തതിന് പിന്നാലെ ആ മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കനത്ത ചൂടാണ് നേരത്തെ നോബിൾ ചൂണ്ടിക്കാട്ടിയതുപോലെ. 50 ഡിഗ്രിക്ക് തൊട്ടടുത്താണ് താപനില നിൽക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ആശ്വാസമായി മഴയെത്തിയത്. ഇന്നും മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്.